ഹായ് ഓൾ, വെൽക്കം ടു ഷഡീവിൻ PSC. നാളെ നടക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി, സാദിയ ധൂബ്രി. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഹാൽദിയ അലഹബാദ്. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കോട്ടപ്പുറം, കൊല്ലം. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കാക്കിനാഡ, പുതുച്ചേരി. ഒന്നുകൂടെ പറയാം. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഹാൽദിയ അലഹബാദ്. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് സാദിയ ധൂബ്രി. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കോട്ടപ്പുറം, കൊല്ലം. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കാക്കിനാഡ, പുതുച്ചേരി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ, ഹൈദരാബാദ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി, ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻ ബി, ആനന്ദമഠം. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല. തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്: മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ, 2005. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി, എസ് സോമനാഥ്. ഇപ്പോൾ നിലവിൽ ISROയുടെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. അത് ഓർത്ത് വയ്ക്കുക. ഇപ്പോഴത്തെ ISRO ചെയർമാൻ വി നാരായണനാണ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്? ഓപ്ഷൻ എ, ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു? ഓപ്ഷൻ എ, വിപണനം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്തിലാണ്? ഓപ്ഷൻ എ, ചൈന. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഓപ്ഷൻ ബി, പരിസ്ഥിതി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻ എ, മിഥാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ്
ആരാണ്? ഓപ്ഷൻ ബി ദാമോദർ മൗസോ. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ഓപ്ഷൻ സി മീററ്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി സ്വത്തവകാശം. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ഓപ്ഷൻ എ 1947 ജൂലൈ 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? ഓപ്ഷൻ ഡി സംബാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത? ഓപ്ഷൻ ബി മാഡം ഭിക്കാജി കാമ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? ഓപ്ഷൻ ബി തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം? ഓപ്ഷൻ ബി ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ ഡി ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻ ഡി വയനാട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം? ഓപ്ഷൻ ബി ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത? ഓപ്ഷൻ സി NW3. ദേശീയ ജലപാത 3. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായി. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം? ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം
പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വച്ച്? ഓപ്ഷൻ എ ലാഹോർ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ? ഓപ്ഷൻ എ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? ഓപ്ഷൻ ബി 1957. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം? ഓപ്ഷൻ സി മീററ്റ്. കേരളത്തിന്റെ ദേശീയ ഉത്സവം? ഓപ്ഷൻ ബി ഓണം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി തുലാവർഷം. വരിക വരിക സഹചരേ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ്? ഓപ്ഷൻ ഡി അംശി നാരായണ പിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ഓപ്ഷൻ ബി ആലപ്പുഴ. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം? ഓപ്ഷൻ എ 1861. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി? ഓപ്ഷൻ ഡി പയ്യന്നൂർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1 and 3. ക്ഷയം, ചിക്കൻ പോക്സ്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്? ഓപ്ഷൻ സി കോമ്പല്ല്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ എ ഭൂമിക. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വിറ്റാമിൻ സി. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി പ്ലാസ്മ. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തതേത്? ഓപ്ഷൻ എ 2 and 4, അനാമിക, അർക്ക. നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് പവിത്ര, ഹ്രസ്വ. പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ഓപ്ഷൻ സി ആന്തോസയനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ബി ആനന്ദ് മോഹൻ ചക്രവർത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി കാസർഗോഡ്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? ഓപ്ഷൻ ഡി 1984. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓപ്ഷൻ ബി സംവഹനം. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻ സി മണ്ണെണ്ണ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ അപവർത്തനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഓപ്ഷൻ ബി ഭ്രമണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ജാംനഗർ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം?
ഓപ്ഷൻ ബി 1951. ഒന്നാം പഞ്ചവത്സര പദ്ധതി 151, അങ്ങനെ അത് ഓർത്ത് വെച്ചാൽ മതിയേ. അപ്പം ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല? ഓപ്ഷൻ സി കണ്ണൂർ. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി 97-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി ആണ്. ഓർത്തു വയ്ക്കുക, ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടം എടുത്തിരിക്കുന്നത്? ഓപ്ഷൻ എ ബ്രിട്ടൻ. റിട്ടുകളിലും ഒരു ഇട്ടായുണ്ട്, ബ്രിട്ടനിലും ഒരു ഇട്ടായുണ്ട്. അപ്പോൾ അത് വെച്ചങ്ങ് ഓർത്താൽ മതി. റിട്ട് ബ്രിട്ടൻ, റിട്ട് ബ്രിട്ടൻ. ഓക്കെ. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ഓപ്ഷൻ എ ബ്രിട്ടൻ. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 2010 ഏപ്രിൽ 1. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി? ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? ഓപ്ഷൻ സി 3 മാസം. ആയിരത്തി 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പൊതു താൽപര്യ ഹർജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചതാര്? ഓപ്ഷൻ ബി അംശി നാരായണ പിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം? ഓപ്ഷൻ സി ലാഹോർ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏത്? ഓപ്ഷൻ ഡി ആനന്ദമഠം. ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ്? ഓപ്ഷൻ ബി രേഖാംശ രേഖകൾ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തതാര്? ഓപ്ഷൻ എ മലാല യൂസഫായി. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ ഡി റൈച്ചൂർ. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി? ഓപ്ഷൻ ബി ശിവജി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ്? ഓപ്ഷൻ എ ഹരിതഗൃഹ കൃഷി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? ഓപ്ഷൻ സി ഇന്ത്യ. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതേത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം? ഓപ്ഷൻ ബി തെർമോമീറ്റർ. സമത്വ സമാജം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം? ഓപ്ഷൻ ബി ചാന്നാർ ലഹള.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയതാര്? ഓപ്ഷൻ ബി ഗാന്ധിജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം? ഓപ്ഷൻ സി ഒട്ടകം. മെസ്സപ്പട്ടോമിയ എന്ന വാക്കിനർത്ഥം? ഓപ്ഷൻ ബി നദികൾക്കിടയിലുള്ള പ്രദേശം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം? ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ബി പണ്ഡിത രമാബായി. ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി? ഓപ്ഷൻ ബി നൈൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിത? ഓപ്ഷൻ സി മാഡം ഭിക്കാജി കാമ. പ്രാദേശിക പത്രഭാഷാ നിയമം നടപ്പിലാക്കിയതാര്? ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ഓപ്ഷൻ എ 21A. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. പരോക്ഷ നികുതി അല്ലാത്തതേത്? ഓപ്ഷൻ സി വ്യക്തിഗത ആദായ നികുതി. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഓപ്ഷൻ എ ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ജാർഖണ്ഡ്. പാതിരാക്കൊക്കിൻ്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം? ഓപ്ഷൻ എ കുമരകം. വറ്റിവരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി കൊടങ്ങരപ്പള്ളം പുഴ. മനുഷ്യശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഹൃദയം. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗമേത്? ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം? ഓപ്ഷൻ ഡി നിശാന്തത. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു? ഓപ്ഷൻ എ ടാർട്രസിൻ. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി? ഓപ്ഷൻ ബി വയോമധുരം പദ്ധതി. പപ്പായയുടെ ജന്മദേശം ഏത്? ഓപ്ഷൻ എ അമേരിക്ക. നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? ഓപ്ഷൻ സി കാറ്റ്. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായതെന്ന്? ഓപ്ഷൻ ബി 2017 നവംബർ 29. ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ഡി തെങ്ങ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ തെന്മല. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏത്? ഓപ്ഷൻ എ പ്രോട്ടോൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ സി സിങ്ക്. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ഗ്രൂപ്പ് 18. സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏത്? ഓപ്ഷൻ ബി സവർണ ജാഥ. 10 +2 +3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്? ഓപ്ഷൻ എ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? ഓപ്ഷൻ സി 1917.
പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര്? ഓപ്ഷൻ ഡി ജെയിംസ് ഓട്ടിസ്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ചൈനീസ് വിപ്ലവം. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഓപ്ഷൻ ബി ആന്റണിയോ ഗുട്ടറസ്. ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 14, 19, 21. താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെന്റിന്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നതേത്? ഓപ്ഷൻ സി സൈബർ നിയമങ്ങൾ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആര്? ഓപ്ഷൻ ബി ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1, 2, 4. പരിത്യാഗം, പൗരത്വ അപഹാരം, നിർത്തലാക്കൽ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ഓപ്ഷൻ സി ഡി ഗുകേഷ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഓപ്ഷൻ ഡി ഗ്യാനേഷ് കുമാർ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി ജി വി രാജ. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ ബി കുഞ്ഞനന്ദൻ നായർ. അവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം? ഓപ്ഷൻ ബി 2. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളുണ്ട്? ഓപ്ഷൻ ഡി 107. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയതെന്ന്? ഓപ്ഷൻ ബി 2005 സെപ്റ്റംബർ 13. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി? ഓപ്ഷൻ ഡി സമയപരിധി ഇല്ല. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ തലശ്ശേരി. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്? ഓപ്ഷൻ ബി മിഥുൻ ചക്രവർത്തി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം? ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12. ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ? ഓപ്ഷൻ സി വാലന്റൈൻ ഷിറോൾ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? ഓപ്ഷൻ സി സുസ്ഥിര വികസനം. ലോക തണ്ണീർത്തട ദിനം? ഓപ്ഷൻ എ ഫെബ്രുവരി 2. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്? ഓപ്ഷൻ ബി നബാർഡ്. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം? ഓപ്ഷൻ ഡി അനിമോമീറ്റർ. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം? ഓപ്ഷൻ സി കാർട്ടോസാറ്റ് 2. ലക്ഷദ്വീപിൻ്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? ഓപ്ഷൻ ഡി കേരളം. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി രാജ്യസഭ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ? ഓപ്ഷൻ ഡി ഗവർണർ. ലോകസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം? ഓപ്ഷൻ ബി ജൂലൈ. പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ കെ കേളപ്പൻ. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു? ഓപ്ഷൻ സി 8. ദേശീയ കായിക ദിനം? ഓപ്ഷൻ സി ഓഗസ്റ്റ് 29. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? ഓപ്ഷൻ ബി സംസ്ഥാന ഗവർണർ. രാജാറാം മോഹൻ റായ്
ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? ഓപ്ഷൻ സി സംവാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി DK കാർവെ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ ബി മറാത്തി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഓപ്ഷൻ എ ഒരു തവണ. ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് ആര്? ഓപ്ഷൻ സി NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ ബി റഷ്യ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്ന കലാപം? ഓപ്ഷൻ സി വെല്ലൂർ കലാപം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ G ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ എ കുമാരനാശാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? ഓപ്ഷൻ എ KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം? ഓപ്ഷൻ എ അനുച്ഛേദം 338B. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം? ഓപ്ഷൻ സി അനുച്ഛേദം 21A. 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം? ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വാർത്താവിനിമയം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 3, 4. 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. മഹലോനോബിസ് മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്നത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതോർത്തു വയ്ക്കുക. മഹലോനോബിസ് മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്നത് 2ാം പഞ്ചവത്സര പദ്ധതി. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത? ഓപ്ഷൻ എ അന്ന ചാണ്ടി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം? ഓപ്ഷൻ ഡി മഞ്ചേശ്വരം. വാല സമുദായ പരിഷ്കാരണി സഭയ്ക്ക് നേതൃത്വം നൽകി രൂപീകരിച്ചത്? ഓപ്ഷൻ ബി പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിലെ 1ാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ ഡി C അച്യുതമേനോൻ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ? ഓപ്ഷൻ ബി സുഗതകുമാരി. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത്? ഓപ്ഷൻ എ വെങ്ങാനൂർ. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി പാലക്കാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ സി പെരിയാർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം?
ഓപ്ഷൻ ബി ശാസ്താംകോട്ട. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഓപ്ഷൻ സി പുന്നമടക്കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംദാർ. ഓർത്തുവെക്കുക, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ ബി സൈലന്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി മേഘാലയ. ഓർത്തുവെക്കാനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. മഴ ലഭിക്കാൻ കാരണം മേഘങ്ങളാണല്ലോ. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ച് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? ഓപ്ഷൻ സി 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ. ചാന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തതേത്? ഓപ്ഷൻ സി ഓർബിറ്റർ. താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം ഏത്? ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. ചരക്ക് സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 1 ജൂലൈ 2017. ഗോദാൻ എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ സി പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ ഡി അല്ലു അർജുൻ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ഓപ്ഷൻ ബി കാലം സാക്ഷി. പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘം? ഓപ്ഷൻ സി സിറസ്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന സ്ഥലം? ഓപ്ഷൻ എ നീലഗിരി. സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിരം ആസ്ഥാനം? ഓപ്ഷൻ ബി ഡെറാഡൂൺ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ രാജസ്ഥാൻ. ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ പഞ്ചാബ്. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം? ഓപ്ഷൻ സി RBI. റാബി വിളയ്ക്കുദാഹരണം? ഓപ്ഷൻ ഡി ബാർലി. ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജാർഖണ്ഡ്. ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം? ഓപ്ഷൻ ബി നീതി ആയോഗ്. എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? ഓപ്ഷൻ എ 30. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ.
സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ ബി 326. നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? ഓപ്ഷൻ സി 21. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാര്? ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശ്യാം സരൺ നേഗി താഴെ പറയുന്ന ഏത് കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഇന്ത്യയിലെ ആദ്യ വോട്ടർ. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? ഓപ്ഷൻ എ 44-ാം ഭേദഗതി. ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം? ഓപ്ഷൻ സി കൃഷി. കൃഷി സംസ്ഥാന ലിസ്റ്റിലാണ് പെടുന്നത്. കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ സി പി സച്ചിദാനന്ദൻ. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചതാര്? ഓപ്ഷൻ ഡി ബോധേശ്വരൻ. ബാറ്റൺ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫിയാണ്? ഓപ്ഷൻ ബി ഹോക്കി. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ ആര്? ഓപ്ഷൻ ഡി MN വിജയൻ. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ബി രാജ കേശവദാസൻ. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി റാം മോഹൻ റോയി. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ ഡി സൺ യാറ്റ് സെൻ. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്നു പറഞ്ഞ ഗവർണർ ജനറൽ ആര്? ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി 1, 2, 3 and 4. റീസി ജില്ലയിലെ ബാക്കർ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ബാരാമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിൻ്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്? ഓപ്ഷൻ സി M വിശ്വേശ്വരയ്യ. പ്രതിശീർഷ വരുമാനം എന്നത്? ഓപ്ഷൻ എ ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ്? ഓപ്ഷൻ ഡി സർചാർജ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ എ 9-ാം പഞ്ചവത്സര പദ്ധതി. 50-9 അത് പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ, അതങ്ങ് വെച്ച് ഓർത്താൽ മതിയേ. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9-ാം പദ്ധതി. 50-9 അങ്ങനെ. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി ABCD. 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശമാക്കി മാറ്റി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും
സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280, ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് 324, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് 148, അറ്റോർണി ജനറൽ വകുപ്പ് 76. റിപ്പോ നിരക്ക് എന്നാൽ റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ. കേരളത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി. ഓപ്ഷൻ എ JICA. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ്. ഓപ്ഷൻ ഡി മജൂലി. 3 അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം. ഓപ്ഷൻ സി ഇന്ദിര പോയിന്റ്. ജറാവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം. ഓപ്ഷൻ ബി നോർത്ത് സെന്റിനറി ദ്വീപ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. ഓപ്ഷൻ ഡി മിഥലി രാജ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയ്. ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. നീതി ആയോഗിന്റെ ആസ്ഥാനം. ഓപ്ഷൻ ഡി ന്യൂഡൽഹി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ഇന്ത്യ. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. ഓപ്ഷൻ എ പാലക്കാട്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത്. ഓപ്ഷൻ ബി ദേശീയപാത പദ്ധതി. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത് ജശ്വന്ത് സിംഗ്. വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട്. ഓപ്ഷൻ ബി തിരൂർ പോത്തന്നൂർ. കടയ്ക്കൽ വിപ്ലവം നയിച്ചത്. ഓപ്ഷൻ ഡി ഫ്രാങ്കോ രാഘവൻ പിള്ള. കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേത്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. ബാണാസുര സാഗർ അണക്കെട്ടുമായി ബന്ധമുള്ളത്. ഓപ്ഷൻ ബി കാവേരി. കാവേരി നദിയുടെ പോഷക നദിയായ കബനി നദിയിലാണ് ബാണാസുര സാഗർ സ്ഥിതി ചെയ്യുന്നത്. ഭരണഘടന ആർട്ടിക്കിൾ 25(1) ബന്ധപ്പെട്ടത്. ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യം. ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ എത്ര? ഓപ്ഷൻ സി 11. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം. ഓപ്ഷൻ എ 1920. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വോളിബോൾ. ബംഗ്ലാദേശിന്റെ ദേശീയ കളി ഏത്? ഓപ്ഷൻ ഡി കബഡി. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ഓപ്ഷൻ എ ദുരവസ്ഥ. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ഓപ്ഷൻ സി പടയണി. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകനാര്? ഓപ്ഷൻ ഡി അയ്യ വൈകുണ്ഠ സ്വാമികൾ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് ശ്രീ PJ ആന്റണിയാണ്. സിനിമ ഏത്? ഓപ്ഷൻ സി നിർമാല്യം. അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? ഓപ്ഷൻ എ സമുദ്രശില. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ? ഓപ്ഷൻ എ
റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. ഇന്ത്യയിൽ കാനേഷുമാരി സെൻസസ് തുടങ്ങിയ വർഷം? ഓപ്ഷൻ ബി 1881. ചരക്ക് സേവന നികുതി GST എന്നാൽ? ഓപ്ഷൻ ഡി പരോക്ഷ നികുതി മാത്രം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം? ഓപ്ഷൻ എ 7. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി റൂദർഫോർഡ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ ഡി സിങ്ക്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ 18. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടുന്നവയാണ് ജ്വലനത്തിന്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി, കൃത്രിമ ശ്വസനത്തിന്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു? ഓപ്ഷൻ ബി കാർമോയിസിൻ. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഓപ്ഷൻ ബി ഭ്രമണചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ എ രാകേഷ് ശർമ്മ. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1853. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഓപ്ഷൻ ഡി ജാറിയ. 1950 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല? ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി ദേശീയ ജലപാത 3. ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമേത്? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകനാര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തതേത്? ഓപ്ഷൻ സി ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൻ്റെ സവിശേഷതകളാണ് പുനഃസ്ഥാപനശേഷി ഉണ്ട്, ചെലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഓപ്ഷൻ ബി ഭാഗം 4A. ദേശീയഗാനമായ ജനഗണമന രചിച്ചതാര്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. ദേശീയഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ഓപ്ഷൻ ഡി 3:2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ സി 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ ബി 12 ഒക്ടോബർ 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ ദേവനാഗരി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻ ബി കടുവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി?
ഓപ്ഷൻ എ രാമൻ നമ്പി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി. ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത്? ഓപ്ഷൻ ബി ബ്രസീൽ. ഈ വർഷത്തെ അതായത് 2025 G20 അധ്യക്ഷസ്ഥാനം വഹിച്ച രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. അതും കൂടെ ഓർത്തു വയ്ക്കുക. 2025 G20 അധ്യക്ഷസ്ഥാനം വഹിച്ച രാജ്യം ദക്ഷിണാഫ്രിക്ക. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല. ഓപ്ഷൻ എ വിശ്വഭാരതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമേത്? ഓപ്ഷൻ സി 1919. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി ദാദാബായി നവറോജി. സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവാര്? ഓപ്ഷൻ ഡി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ്യ നദീതട പദ്ധതി ഏത്? ഓപ്ഷൻ ബി പക്ര നങ്കൽ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ റൗലറ്റ് ആക്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ഇടുക്കി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരം? ഓപ്ഷൻ ബി PT ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 2017. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി പാമ്പാർ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? ഓപ്ഷൻ ബി നഞ്ചി അമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ഇടുക്കി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ ഡി ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതാര്? ഓപ്ഷൻ ഡി അയ്യങ്കാളി. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? ഓപ്ഷൻ ബി അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമേത്? ഓപ്ഷൻ എ 1924. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ സി അരയ സമാജം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത്? ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻ ഡി കെ കേളപ്പൻ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ഓപ്ഷൻ എ പാരീസ്. ഇനി 2028 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ലോസ് ഏഞ്ചൽസ് ആണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ലോസ് ഏഞ്ചൽസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവാര്? ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്